തിരിച്ചു പോവാണ്. ഇപ്പം സമയം 11:48. ഇന്ന് മാർച്ച് 19. ഞാൻ 2 കടയിലൊക്കെ അല്ലാതെ കയറി. നമ്മുടെ രഞ്ജു ബേക്കറിയിലല്ലാതെ വേറെ 2 കടയിലും കയറിയിട്ടുണ്ട്. കുറച്ച് ആൾക്കാരുണ്ട്. നമ്മളിങ്ങനെ നമ്മളുടെ കറക്റ്റായിട്ടുള്ള അടിക്കുമ്പോഴേ നമ്മൾ പറയത്തുള്ളൂ ലേസർ അടിക്കുന്നു, മറ്റേതാണ് മറിച്ചതാണ്. അപ്പം ഇപ്പം പിന്നെ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കാണുന്നത് ഇങ്ങനെ ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുക, അതൊക്കെ വേറൊരു ഡ്രാമയാണ്. നമ്മളെ കാണുമ്പം ഫോൺ പിടിച്ചുകൊണ്ട് നിൽക്കുക. അപ്പം നമ്മൾ അവരെ അടിക്കുന്നതെന്നൊക്കെ പറയണം, മനസ്സിലായി. എന്നാൽ അന്നേരം അടിക്കാത്തവരാണെങ്കിലോ ഇവർക്ക് കുഴപ്പമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ഡ്രാമയൊക്കെ. ഇങ്ങനെയൊക്കെയാണ് ഭയങ്കര ഡ്രാമകൾ ഇവരൊപ്പിക്കുന്നത്, മനസ്സിലായില്ലേ. ഇവരെന്തിനാണ് ഇങ്ങനെ നമ്മളെ സ്റ്റോക്ക് ചെയ്യേണ്ട കാര്യം? ഇത് അടിക്കുമ്പോഴാണ് നമ്മൾ അടിക്കുന്നതെന്ന് പറയുന്നത്. ഇപ്പോൾ ആരാണ് അടിക്കുന്നത് അവരുടെ ഫോണും പിടിച്ചുകൊണ്ട് നമ്മളെ ഇങ്ങനെ നിന്നിട്ട് നമ്മളിപ്പം ഡൗട്ട് പറയുകയാണെങ്കിൽ അത് എന്താണ്, അതൊക്കെ വലിയ ട്രാപ്പിങ്ങാണ്. ഇതിനാണ് പറയുന്നത് സ്റ്റോക്കിംഗ് എന്ന് പറയുന്നത്. പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും സ്റ്റോക്കിങ്ങും ഒക്കെ ആയിട്ട് നടക്കുകയാണ്. അത് ശരിയല്ലല്ലോ, അല്ലേ? അതൊക്കെ വലിയ ഡ്രാമയാണ്. ഡാവും വേലയായിട്ട് നടക്കുക ഒക്കെ നമ്മളെ ട്രാപ്പ് ചെയ്യാനുള്ള ഉദ്ദേശത്തിൽ ഇങ്ങനെ നടക്കുകയാണ്, മനസ്സിലായോ? ചെയ്തിട്ടുണ്ടെങ്കിലേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ, ചെയ്യുമ്പോഴേ പറഞ്ഞിട്ടുള്ളൂ. എല്ലാവർക്കും കാണുമ്പോൾ നമ്മുടെ പുരികമൊക്കെ കാണുമ്പോൾ അറിയാം. ഇതാണ് SNDP 323 നമ്പർ SNDP. അപ്പോൾ എങ്ങനെയെങ്കിലും ഇങ്ങനെ നമ്മുടെ വീടെത്താറായി. അപ്പോൾ എങ്ങനെയെങ്കിലും നമ്മളെ ട്രാപ്പ് ചെയ്ത് ഇങ്ങനെ ജോബ് ലോസ്റ്റ് ഇൻഷുറൻസ് വാങ്ങിക്കണം, അതേ ഉള്ളൂ ഇനി നടക്കുന്നത്. അതിനിങ്ങനെ അങ്ങ് നടക്കുകയാണ്, മനസ്സിലായില്ലേ. നമ്മളെ കൊണ്ടുപോയി ഭ്രാന്താശുപത്രിയിലൊക്കെ ഇട്ട് ഇതൊക്കെ വാങ്ങിക്കണം എന്നുള്ള ഉദ്ദേശത്തോടെ ചിലവരങ്ങ് ഭയങ്കര അങ്ങ് ആഞ്ഞു പിടിച്ചങ്ങ് നടക്കുക. ഇന്ന് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ പെർഫ്യൂം സ്മെല്ല്, അത് നമുക്ക് പണ്ടറിയത്തില്ലായിരുന്നു പെർഫ്യൂം സ്മെൽ. ഇപ്പം നമ്മൾ ഓരോന്ന് ഒബ്സേർവ് ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇവരെന്താണ് ചെയ്യുന്നത്. ഇവർക്ക് ഭയങ്കര ഇങ്ങനെയാണ്. നമ്മളെവിടെ പോയാലും കുറേ ഹരാസ് ചെയ്യുന്ന ആൾക്കാരും കുറേ ഉണ്ട് ഇങ്ങനെ. അപ്പം നമ്മുടെ ഇതിൻ്റെ എല്ലാം തെളിവുകൾ ഇരിപ്പുണ്ട്. ഒരു മനുഷ്യർക്കും ഇല്ലാത്ത നമ്മളോടുള്ള ഹരാസ് ചെയ്യുന്ന ഒരു മനുഷ്യരും അനുഭവിക്കാത്ത രീതിയിലാണ് നമ്മളെ ഹരാസ് ചെയ്തിട്ടുള്ളത്. കടയിൽ പോയി അപ്പോൾ അതിൻ്റെ എല്ലാം തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. തെളിവില്ലാതെ ഒന്നുമല്ല പറയുന്നത്, എല്ലാത്തിനും നല്ല ശരിക്ക് തെളിവുണ്ട്. അമ്മമാർ കുറേ എണ്ണം ഇങ്ങനെ പുറകിന് നടന്ന് നമ്മളെ ഉപദ്രവിക്കുന്നുള്ളതിൻ്റെ എല്ലാ തെളിവുകളും നമ്മുടെ കയ്യിലുണ്ട്, മനസ്സിലായില്ലേ. തെളിവില്ലാത്ത കാര്യങ്ങളൊന്നും നമ്മൾ പറയാറില്ല. സീതാഷ് പണിക്കറിന് വേറെ പരിവമൊന്നും ഇല്ലായിരിക്കും. ഇങ്ങനെ കണ്ടവനെയൊക്കെ ഇതാക്കി ഇങ്ങനെ മോട്ടിച്ച് പഠിച്ച് തിന്നുക. കണ്ടവനെയൊക്കെ വെച്ച് മോട്ടിച്ച് തിന്നാനാണ് ജോലി. മോട്ടിച്ച് തിന്നല്ല ജോലി അവൾക്ക്. കണ്ടവനെയൊക്കെ കൊന്നും കൊല വിളിച്ച് മോട്ടിച്ചും തിന്നുക ജോലി. അല്ലാതെ നേരെ ജോലിയൊന്നും ജീവിക്കാനുള്ള ഇതില്ല. അവിടെ ഭർത്താവ് എന്ത് ചെയ്യുന്നു നിങ്ങൾ തിരക്കിയാൽ മതി. ഇവിടെ ഭർത്താവിന് എന്തോ പറ്റി. ഇവളുടെ ഭർത്താവ് കറക്റ്റായിട്ട് അന്വേഷിക്കണം. ഇവളുടെ ഭർത്താവ് രാമനാഥപുരംകാരൻ, അവനെന്തോ പറ്റിയത്, അവൻ്റെ പേരിൽ എത്ര ഇൻഷുറൻസ് ഒക്കെ ഇവൾ വാങ്ങിച്ചെടുത്തിട്ടുണ്ട്. ഇവളുടെ സകല ഡീറ്റെയിൽസും അങ്ങോട്ട് അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും കള്ളി ആരാന്നുള്ളത്. മുതുകള്ളികൾ ഇങ്ങനെ നടക്കുന്നതിൻ്റെ കാര്യങ്ങളൊക്കെ, ഈ കളറ് എല്ലാം നല്ല ശരിക്കുള്ള കാര്യങ്ങൾ, മനസ്സിലായില്ലേ. കട്ടും മോട്ടിച്ചും തിന്നുന്നവരുടെ കാര്യങ്ങൾ നല്ല ശരിക്ക് മനസ്സിലാവും. അന്നേരം കട്ടും മോട്ടിച്ചും തിന്നും അങ്ങ് കണ്ടവരെയൊക്കെ പീഡിപ്പിച്ച് കട്ടും മോട്ടിച്ചും തിന്നാൻ നടക്കുക. ഞാൻ എൻ്റെ വീട്ടിലെത്തി. കൂട്ടിയിട്ട് വരട്ടെ. നമുക്കിങ്ങനെ പ്ലാനിങ്ങും പ്ലോട്ടിങ്ങും മറ്റുള്ളവർ ഉപദ്രവിച്ച് തിന്നുന്ന ജോലിയൊന്നുമില്ല. ഇങ്ങനെയൊക്കെ നടക്കുകയാണ്. ഒരു കള്ളിയാണ് ഇവിടെ വന്ന് നിന്ന്, ഒരു രാജമ്മ എന്ന് പറയുന്ന കള്ളി. അവൾ പോയി, അവളുടെ ഫോണും എല്ലാം ഓഫാണ്. 8547459107. നമുക്ക് കള്ളി. എൻ്റെ അമ്മയുടെ വരെ OTP അവളുടെ ഫോണിലായിരുന്നു ചെല്ലുന്നത്. അപ്പോൾ നമ്മൾ മാറ്റി. ഇങ്ങനെ നടക്കുക. കണ്ടവരെയൊക്കെ വെച്ച് പീഡിപ്പിച്ച് തിന്നുന്ന കുടുംബം, വലിയത്ത് കുടുംബവും പോച്ചയെ കുടുംബവും നാണോ മാനോ ഇല്ലാത്തതൊക്കെ എങ്ങാണ്ട് ക്രിമിനലുകൾ. എൻ്റെ വീട്ടിലെത്തി. ഇപ്പം 11:53.
ഐ എം ദീപ എസ് പണിക്കർ ഹിയർ വിത്ത് മൈ മദർ, നോട്ട് എനിബഡി എൽസ്. ഉണ്ടല്ലോ. ഇതൊന്നും എനിക്ക് കൊടുക്കാനല്ല, ഇതെൻ്റെ വീടാണ്. കണ്ടടവൊന്നും നിരങ്ങേണ്ട കാര്യം എനിക്കില്ല, മനസ്സിലായില്ലയോ. എൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് മുക്കും ഗുജറാണ്. അദ്ദേഹം വരും. ഇപ്പം നവരാത്ര തുടങ്ങി 27th തീരത്തുള്ളൂ, അത് കഴിഞ്ഞ് വരത്തുള്ളൂ. അപ്പം ഇന്ന് മുതൽ തുടങ്ങി. അപ്പം ഒരെണ്ണം തുടങ്ങിയാൽ തീരണമല്ലോ, അങ്ങനെയാണല്ലോ. എൻ്റെ ഇടയ്ക്ക് പോകുന്നത് ശരിയല്ല. ഓക്കെ, മതി. ഇതൊക്കെയാണ് കാര്യങ്ങൾ. ഓക്കെ.